പ്രമുഖ CPM നേതാവ് പാർട്ടി വിടാനുള്ള സമയമായി കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസുകാരെ പുകഴ്ത്തിയും കോൺഗ്രസുകാർ തിരിച്ചു പുകഴ്ത്തിയും ജി സുധാകരൻ എന്ന സഖാവ് അങ്ങനെ ഖദറിലേക്ക് മാറാനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു. കുറച്ചുകാലമായി പാർട്ടിക്കുള്ളിലെ ഉൾപോരുകൾ വെളിച്ചത്ത് കൊണ്ടുവരുന്ന നേതാവാണ് ജി സുധാകരൻ. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിന് കണ്ണിൽ കണ്ടുകൂടാത്ത നിമിഷം തന്നെയാണ് കോൺഗ്രസിനെ കണ്ണിലുണ്ണിയായിട്ട് ജി സുധാകരൻ മാറുന്നതും. പലപ്പോഴും കോൺഗ്രസുകാർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് എത്തുന്നുണ്ട്. ഇപ്പോഴത്തെ RSP നേതാവ് TJ ചന്ദ്രചൂഡിന്റെ പേരിലുള്ള പുരസ്കാര ദാനവേദിയിൽ CPM നേതാവ് ജി സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഒപ്പം എത്തിയിരിക്കുകയാണ്. ഈ വേദിയിൽ ഒപ്പം എത്തിയത് മാത്രമല്ല, ഇവർ പരസ്പരം പുകഴ്ത്തുക കൂടി ചെയ്തു. ജി സുധാകരൻ തികഞ്ഞ കമ്മ്യൂണിസ്റ്റും നീതിവാനായ ഭരണാധികാരിയുമാണെന്നാണ് VD സതീശൻ പറഞ്ഞത്. എന്നാൽ ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രിയാണ് സുധാകരൻ എന്ന് കൂടി സതീശൻ പറഞ്ഞു വെച്ചു. ഞങ്ങളുടെ കൂട്ടത്തിലും അവരുടെ കൂട്ടത്തിലും ഇതുപോലെ ഒരാളെ കിട്ടില്ല എന്ന് പറഞ്ഞതോടുകൂടി സുധാകരന്റെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. ജി സുധാകരന് അവാർഡ് നൽകുക എന്ന് പറഞ്ഞാൽ അത് തനിക്ക് കൂടിയുള്ള ആദരവായി കണക്കാക്കുമെന്നും പ്രതിപക്ഷ നേതാവ് പറയാതെ പറഞ്ഞു. VD സതീശൻ പ്രതിപക്ഷത്തെ പ്രഗത്ഭരായ നേതാവെന്നായിരുന്നു ജി സുധാകരന്റെ വക ഒരു പുകഴ്ത്തൽ. കോൺഗ്രസിന്റെ സെമിനാറിൽ പങ്കെടുത്താൽ എന്താണ് പ്രശ്നമെന്ന് കൂടി സുധാകരൻ ചോദിച്ചതോടെ ഇടതുപക്ഷത്തിന് അടിതെറ്റി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. പാർട്ടി മെമ്പർമാരാണ് CPMന്റെ സൈന്യമെന്നും അല്ലാതെ സൈബർ സേനയല്ല എന്ന് കൂടി സൈബർ പോരാളികൾക്കിട്ട് ഒരു കൊട്ടുകൊടുക്കാനും സുധാകരൻ അവിടെ മറന്നില്ല. കമന്റ് ബോക്സ് അടച്ചു വെച്ചാൽ തീരുന്ന പ്രശ്നമേ ഉള്ളൂ. BJP വളർച്ചയെ ആശ്രയിച്ചിരിക്കും കേരളത്തിൽ CPM കോൺഗ്രസ് സഖ്യമെന്ന് കൂടി സുധാകരൻ പുരസ്കാര വേദിയിൽ പറഞ്ഞു. മുൻപ് VD സതീശനെ പ്രശംസിച്ച് സംസാരിച്ചതിൽ ജി സുധാകരനെതിരെ CPMൽ നിന്നും വ്യാപക പ്രതിഷേധം ഉയർന്നതാണ്. വേറെ പാർട്ടിയിൽ പോകണമെങ്കിൽ അന്തസ്സായിട്ട് പറഞ്ഞിട്ട് പോകുമെന്ന് അദ്ദേഹം പ്രസംഗത്തിൽ പറയുകയാണ്. അങ്ങനെ പറഞ്ഞു വരുന്നത് ജി സുധാകരൻ ജിയാകാൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. തെരഞ്ഞെടുപ്പ് അടുക്കുന്ന ഈ സമയത്ത് സുധാകരൻ പാർട്ടി വിട്ടാൽ അത് ഇടതുപക്ഷത്തിന് കിട്ടുന്ന ഏറ്റവും വലിയ അടിയായി മാറും. പഴയ കാലമൊന്നുമല്ല, ഒരു പുറത്തെ കമ്മ്യൂണിസ്റ്റ് വിരോധമൊന്നും സാധാരണ കോൺഗ്രസ്സുകാരിലൊന്നും ഇല്ല. നിങ്ങളിലൊന്നും ഉണ്ടെന്നല്ല ഞാൻ പറയുന്നത്. ഇല്ല, ആ കാലം കടുത്തൊരു കോൺഗ്രസ് വിരോധം ഉണ്ടാവേണ്ട കാര്യമില്ല. ഇവിടെ കേരളത്തിൽ UDF LDF തമ്മിൽ പോരാടുന്ന രണ്ട് പ്രസ്ഥാനങ്ങളാണ്. അത് തമ്മിൽ ഐഡിയോളജിക്കലായിട്ടോ രാഷ്ട്രീയമായിട്ടോ കോംപ്രമൈസ് ചെയ്യാൻ പ്രയാസമാണ്. അത് നമ്മൾ മനസ്സിലാക്കുന്നു. രണ്ടു കൂട്ടർക്കും പ്രയാസമാണ്. പക്ഷേ ഇന്ത്യയിലെ മറ്റെല്ലാ സ്റ്റേറ്റിലും നമ്മൾ ഒരുമിച്ചാണ്. തമിഴ്നാട്ടിൽ ഒരുമിച്ചാണ്. CPIക്ക് 2 MLA മാർ, നമുക്ക് 2 MLA മാർ, കോൺഗ്രസിന് 3-4. DMK ആണ് അവിടെ മെയിൻ. ഒരുമിച്ച് ഇതാണ് കിട്ടിയത്. രാജസ്ഥാനിൽ CPMന്റെ ഒരു ശക്തി കേന്ദ്രമാണ്. എന്നാലും ജയിച്ചപ്പോൾ അവിടെ കോൺഗ്രസ് മുന്നണിയിലാണ്. ബംഗാളിൽ കോൺഗ്രസും CPMും തമ്മിൽ ഐക്യമായിരുന്നു. ഒറ്റ സീറ്റ് നമുക്ക് കിട്ടിയത് 2 സീറ്റ് കോൺഗ്രസിന് കിട്ടി. എത്ര പേരെയാ കൊന്നത്? ശാസ്ത്രപരിഷത്തുകാർ 1800 പേരെ, CPMകാരെ. ഞങ്ങൾ SFIയിലൊക്കെ ഉള്ളപ്പോൾ അവിടെ പോകുമ്പോൾ സൂക്ഷിച്ച് ഞങ്ങളുടെ കൂടെ വളണ്ടിയേഴ്സ് വരും. ബോംബ് എപ്പോഴാണ് വീഴുന്ന അറിയാനൊക്കത്തില്ല. അങ്ങനെയായിരുന്നു. അതൊക്കെ കാലം. ഇപ്പം രാഷ്ട്രീയത്തിൻ്റെ അടവ് വേറെയാണ്. അവിടെ CPMും CPIയും കോൺഗ്രസും RSPയും ഫോർവേഡ് ബ്ലോക്കും എല്ലാവരും കൂടെ ചേർന്ന് മത്സരിച്ചു. കാരണം അവിടെ ഫോർവേഡ് ബ്ലോക്കിന് ഇപ്പോൾ ആരുമില്ല. നല്ല പ്രാതിനിധ്യം ഉണ്ടായിരുന്നു. RSPക്ക് പ്രാതിനിധ്യം ഉണ്ടായിരുന്നു, CPMനുണ്ടായിരുന്നു, CPIക്ക് കുറച്ചുണ്ടായിരുന്നു. ഇപ്പം രാജ്യത്തിൻ്റെ രാഷ്ട്രീയം അടവുപരമായി പലതരത്തിലാണ്. കേരളത്തിൽ വേറൊരു തരത്തിലാണ്. ഇതൊക്കെ മനസ്സിലാക്കണം. പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് ചേർന്നപ്പോൾ ശശി തരൂരിനെ വിളിച്ച് പ്രസംഗിപ്പിച്ചു സെമിനാറിനകത്ത്. ഇല്ലേ? വിളിച്ചല്ലോ, ഞങ്ങൾ വിളിച്ച് പ്രസംഗിപ്പിച്ചില്ലേ ഇവിടെ സ്റ്റേറ്റ് സമ്മേളനത്തിന് സെമിനാറിൽ. ഇപ്പൊ രാഹുൽ ഗാന്ധി വോട്ട് ചോർ എന്ന് പറഞ്ഞൊരു പരിപാടി ബീഹാറിൽ നടത്തി. ആ റാലിയിൽ ബേബി പോയി പ്രസംഗിച്ചു, ഞങ്ങളുടെ ജനറൽ സെക്രട്ടറി. അവിടെ അതൊക്കെ ആവാം, തീരുമാനമാണത്. അപ്പോൾ ഈ സൈബർ പോരാളികൾ എന്ന് പറഞ്ഞ് ഒരു പാർട്ടിയും ആരെയും നിയമിച്ചിട്ടില്ല എന്നുള്ള ആദ്യം അറിയണം. ഓരോ പാർട്ടിയും സൈബർ പോരാളികളെ നിയമിച്ചിട്ടില്ല. അവർ സ്വയം അങ്ങനെ ആക്കി തീർക്കുകയാണ്. മാധ്യമങ്ങൾ അങ്ങനെ ഉണ്ടെന്നങ്ങ് വരുത്തുകയാണ്. ഞങ്ങളുടെ പാർട്ടി ഒരു സൈബർ പോരാളിയെ ഞങ്ങൾ നിയമിച്ചിട്ടില്ല. പിന്നെ ഫേസ്ബുക്കൊക്കെ ഉള്ളവരെ പാർട്ടിക്ക് അനുകൂലമായി പോസ്റ്റ് ഇടാൻ വേണ്ടി പറയും. അത്രയേ ഉള്ളൂ. സൈബർ പോരാളി ഞങ്ങളുടെ പോരാളികൾ ഞങ്ങളുടെ ബ്രാഞ്ചിലെ മെമ്പർമാർ. പാർട്ടി പറഞ്ഞത് വായിച്ചു നോക്കിയാൽ മതി. ഒരു സൈന്യം പോലെയാണ് ഇതിൻ്റെ സംവിധാനം. കാരണം ഈ ഭരണഘടന ഉണ്ടാക്കിയത് റഷ്യൻ വിപ്ലവ കാലത്താണ്. അന്ന് അതിഭയങ്കരമായ യുദ്ധമാണ് ഹിറ്റ്ലറുമായിട്ട്. അവിടെ എല്ലാം സീക്രട്ടായിട്ട് തന്നെ വെക്കണം. പാർട്ടി മെമ്പർമാർ പോലും സൈന്യത്തിൽ ചേർന്ന് യുദ്ധം ചെയ്യാൻ പോകണം. ദേശാഭിമാനി യുദ്ധത്തിൽ അവിടെ അന്നുണ്ടാക്കിയ ഭരണഘടനയാണ്. അതിൽ അച്ചടക്കം,
മാനസിക ഐക്യം, പ്രത്യയശാസ്ത്ര ഐക്യം, രാഷ്ട്രീയ ഐക്യം, പലതരം ഐക്യം വേണം. എല്ലാ മെമ്പർമാരും ഈ ഐക്യത്തിൽ ഒരുപോലെയാണ്. സഖാവ് എന്ന് പറഞ്ഞാൽ തന്നെ സഹോദര എന്നാണ്, ഫ്രഞ്ച് വേർഡാണിത്. മാർക്സ് കണ്ടുപിടിച്ചതല്ല, ഫ്രഞ്ച് വേർഡാണ് സഹോദരാന്നുള്ള അർത്ഥം. അപ്പോൾ ഞങ്ങളുടെ സൈന്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ പാർട്ടി മെമ്പർമാരാണ്. അതാണ് ഞങ്ങളുടെ സൈന്യം, അല്ല സൈബർ അല്ല. ആരെങ്കിലും ആക്ഷേപിക്കാൻ വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്നല്ല, കോൺഗ്രസ് ഒരു പാർട്ടിയും ആരെയും നിയമിച്ചിട്ടില്ല. ആരെങ്കിലും ആക്ഷേപിക്കുന്നത് കൊണ്ട് നമ്മുടെ ജനപിന്തുണ കുറയുകയല്ലാതെ ഒരു ഇഞ്ചു പോലും കൂടത്തില്ല. നിങ്ങൾക്ക് വിമർശനം ഉന്നയിക്കണം, തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ വിമർശനം ഉന്നയിക്കാം. കോൺഗ്രസിന്റെ പേരിൽ ഒരു സെമിനാറിൽ പോകുന്നത് തെറ്റാണെങ്കിൽ നമ്മളെന്താ കൂട്ടിൽ അടച്ചിട്ടിരിക്കുകയാണ്? ഒരു സമൂഹമല്ലേ ഇത്? നമ്മൾ അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസുമായി മുന്നണിയല്ലേ ഇടതുപക്ഷ പാർട്ടികൾ മുഴുവൻ? അതിനല്ലേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത്? കേരളത്തിൽ അതിന് ആവശ്യമില്ല. കാരണം കേരളത്തിൽ രണ്ട് മുന്നണികളും തമ്മിലുള്ള ഫൈറ്റാണ്. അത് ആയുഷ്കാലം എങ്ങനെ ആയിരിക്കുന്നു അല്ലെന്നൊക്കെ ഇവിടെ നിന്ന് എനിക്ക് പറയാൻ പറ്റുമോ? ഒന്നും പറയാനില്ല. രാഷ്ട്രീയ സാഹചര്യം പോലിരിക്കും. BJPയുടെ കേരളത്തിലെ വളർച്ച പോലും അനുസരിച്ചിരിക്കും. അത് രാഷ്ട്രീയമായി മുന്നോട്ടൂടെ കാണണം. BJP 25% വോട്ട് പിടിക്കുമെന്നാണ് പ്രഖ്യാപിച്ചത്. കാരണം 21 വരെ കിട്ടി ഒരു തവണ, 15% ആവറേജ് കിട്ടി. പക്ഷേ ഈ കേരള സംസ്ഥാനത്തിന് വേണ്ടി അവർ എന്തെങ്കിലും സംഭാവന ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും ഒന്നുമില്ലല്ലോ. ഈ സംസ്ഥാനത്തിന്റെ ആരംഭത്തിനോ വളർച്ചയ്ക്കോ ഒന്നും അവരുടെ സംഭാവന ചെയ്തിട്ടില്ല. അപ്പോൾ ഞങ്ങൾ അധികാരത്തിൽ വന്നു, നിങ്ങൾ കേന്ദ്രത്തിൽ അധികാരത്തിലില്ലേ? അത് വെച്ചിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? ചിലതൊന്നും ചെയ്യുന്നില്ലെന്നല്ല, ചെയ്യേണ്ടതെല്ലാം ചെയ്യുന്നുണ്ടോ? അപ്പൊ എങ്ങനെയാണ് നാളെ കേരള രാഷ്ട്രീയ ഭാവി വളരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതനുസരിച്ച് അടവുകൾ വീണ്ടും വീണ്ടും മാറ്റം വരാം. ഇതൊക്കെ മനസ്സിലാക്കാത്തവർക്ക് ഒരു പാർട്ടിയുടെയും വിശ്വസ്തരായ പോരാളിയാവാൻ പറ്റില്ല. അടവുകളും തന്ത്രങ്ങളുമുണ്ട്. തന്ത്രം എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത ലക്ഷ്യമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെയും കൃഷിക്കാരുടെയും നേതൃത്വത്തിൽ നടത്തേണ്ട പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ, ജനകീയ ജനാധിപത്യ വിപ്ലവമാണ് ഞങ്ങളുടെ തന്ത്രം. അവിടെ വരെയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇപ്പം മുതലാളിത്താണ്. സോഷ്യലിസം ഉടനെ വരുത്തില്ല. പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷനിലൂടെ സോഷ്യലിസ്റ്റ് അന്തരീക്ഷം ഉണ്ടാക്കിയാലേ സോഷ്യലിസ്റ്റ് നിർമ്മാണം നടത്താൻ പറ്റൂ. ആ പീപ്പിൾസ് ഡെമോക്രാറ്റിക് റെവല്യൂഷൻ നേടുന്നതിന് വേണ്ടി എന്നുള്ള പ്രവർത്തനം, അതിനുവേണ്ടി അതിനുള്ള പല അടവുകളും തന്ത്രങ്ങളും ഒക്കെ രൂപീകരിക്കുക. അതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയിൽ വർഗീയാടിസ്ഥാനത്തിൽ രൂപീകരിച്ച ഒരു പാർട്ടി അധികാരം കൈയാളുമ്പോൾ അവരെ പരാജയപ്പെടുത്തേണ്ടിടത്ത്, കൂട്ടായി നിൽക്കേണ്ടിടത്തെല്ലാം കോൺഗ്രസ് അടക്കമുള്ള ഇന്ത്യ മുന്നണിയായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷക്കാരും ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. CPM മുന്നണിക്ക് തന്നെ പരാജയപ്പെടുത്താം. ഞങ്ങൾ പരാജയപ്പെടുകയാണെങ്കിൽ UDF മുന്നണിയാണ് വരിക. അതുകൊണ്ട് ഇവിടെ പരസ്പരം ഏറ്റുമുട്ടും. പക്ഷേ പരസ്പരം ഏറ്റുമുട്ടുമ്പോൾ കാലുഷ്യം പാടില്ല, അശ്ലീലം പറയാൻ പാടില്ല, തന്തയ്ക്ക് വിളിക്കാൻ പാടില്ല. തന്തയ്ക്ക് വരെ വിളിക്കുക. കാരണം ആർക്കറിയാം? കാരണം ഇതൊക്കെ കള്ള ഐഡിയാണ്. 10 പേരിരുന്നാൽ ഓരോരുത്തരും 10 കള്ള ഐഡിയ ഉണ്ടാക്കുമ്പോൾ 10 പേരാകുമ്പോൾ 100 പേരായി. അപ്പം 100 പേര് എന്ന് പറഞ്ഞാൽ ആകെ 10 ആളേ ഉള്ളൂ. അവരിങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. പല പേരും കളവാണ്, ശരിയല്ലാത്തതാണ്. അല്ലാതെ ഈ രാജ്യത്തുള്ളവരാകെ ഇവിടുത്തെ മാന്യമായി പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകരെ ആക്ഷേപിക്കുന്നവരാണെന്ന് ആരും കരുതാം. ഇതൊക്കെ അവസാനിപ്പിക്കണം. അത് നല്ലൊരു വഴിയുണ്ട്. ആ കമന്റ് ബോക്സ് ഒന്ന് ക്ലോസ് ചെയ്തിട്ടാണ്. നമുക്ക് ആരുടെയും പുകഴ്ത്തൽ വേണ്ട, ചീത്തകൾ വേണ്ടല്ലോ. അതൊക്കെ ക്ലോസ് ചെയ്താൽ മതി. പിന്നെ അവരെവിടെ കൊണ്ടിട്ട് ചൊറിയും, എവിടെ കൊണ്ടിട്ട് ചൊറിയും? തലയിൽ ചൊറിയും, അത്രയേ ഉള്ളൂ. മനസ്സിലായില്ലേ? ഇതൊക്കെ വഴിയുണ്ട്. പക്ഷെ നമ്മളൊരു ജനാധിപത്യ ബോധം ഉള്ളതുകൊണ്ട് 4 തീയതി പറഞ്ഞാലും കടന്നുകൊണ്ട് അത് ശരിയല്ല. നമ്മുടെ രാഷ്ട്രീയം അതൊന്നും അല്ല. നമ്മൾ ചന്ദ്രചൂഡൻ സാറിനെ പറ്റി സംസാരിക്കുമ്പോൾ അദ്ദേഹം അങ്ങനെ ഒന്നും ഉള്ള ആളായിരുന്നില്ലല്ലോ. ഒന്നും ചെയ്യാതെ തന്നെ അദ്ദേഹം ഇവിടെ വലിയ നേതാവ്. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങേയറ്റം ധൈര്യവും സാഹസികതയും ആത്മാർത്ഥതയും ഉള്ള ആളായിരുന്നു സാബു ചന്ദ്രചൂഡൻ. RSPക്കാരെല്ലാം പൊതുവെ അങ്ങനെയായിരുന്നു. എൻ്റെ യഥാർത്ഥ കുടുംബം ശൂരനാട് വടക്ക് ആലപ്പുഴയുടെ തെക്കേടത്തുള്ള പഞ്ചായത്തായ താമരക്കുളത്താണ്. കായംകുളത്ത് 20 കിലോമീറ്റർ കിഴക്ക്. ഞങ്ങളുടെ അടുത്ത് 3000 തൊഴിലാളികളുടെ കശുവണ്ടി ഫാക്ടറി ഉണ്ട്. ഞങ്ങളൊക്കെ ചെറിയ ദരിദ്ര കൃഷിക്കാരെന്ന് പറയും. 1.5 ഏക്കറൊക്കെ ഉണ്ടാകും. പക്ഷെ അതുകൊണ്ടൊന്നും നമുക്ക് ജീവിക്കാൻ പറ്റില്ല. ഞങ്ങൾ തന്നെ ജോലിയൊക്കെ ചെയ്യണം. അങ്ങനെയൊക്കെയാണ് ജീവിക്കുന്നവരാണ്. അവിടുത്തെ കൃഷിക്കാർ കൂടുതലും ദരിദ്ര കൃഷിക്കാരായിരുന്നു. ജന്മിമാരൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അന്ന് ഈ കശുവണ്ടി തൊഴിലാളികളുടെ രാഷ്ട്രീയ ബോധം, INTUC അന്ന് CA2 ആയിട്ടില്ല. അത് 70-ലെ വന്നു. അന്ന് AHUC ആണ്. പാർട്ടി 1 പാർട്ടി 1 ഞാൻ മെമ്പർഷിപ്പ് ആദ്യം വാങ്ങുന്നത്. അടുത്ത വർഷം പാർട്ടി 2 അപ്പോൾ നമ്മൾ CPM മാറി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഏതായാലും ശരി,
അങ്ങനെയെല്ലാമുള്ള കാലത്ത് RSPക്കാരാണ് ഞങ്ങളുടെ ചുറ്റും മുഴുവൻ. എൻ്റെ അച്ഛൻ്റെ അനിയനും അദ്ദേഹത്തിൻ്റെ അനിയനും RSPക്കാർ, രണ്ടുപേരും അധ്യാപകർ. ഒരാൾ ഹെഡ്മാസ്റ്റർ പിന്നെ ഒരാൾ പ്രൈവറ്റ് സ്കൂൾ അധ്യാപകനെ. അവർ RSPക്കാരെ ഈറ്റപ്പുലികൾ എന്നാണ് വിളിക്കുന്നത് ഇവരെ. ഒരു സെക്രട്ടറിയുടെ മേളിൽ കയറി കൊടിയൊക്കെ കിട്ടും. എന്തിനും ഇറങ്ങി പുറപ്പെടാൻ സാധ്യത. ശിവരാമൻ എന്ന് പറഞ്ഞൊരു കശുവണ്ടി തൊഴിലാളിയുണ്ട്, ഒരു പാവപ്പെട്ടവരാണ് നമ്മുടെ വീട് അടുത്ത്. അയാൾ RSPയുടെ സമരം ഉണ്ടെങ്കിൽ പിന്നെ ഒരു മാസമൊക്കെ കഴിഞ്ഞേ വീട്ടിൽ വരത്തുള്ളൂ. എല്ലായിടത്തും പോയി സമരം. അങ്ങനെ ഒരു ആവേശം ഉണ്ടായിരുന്നു, അന്ന് തീവ്രത ഉണ്ടായിരുന്നു. ബഹുമാനായ ബേബി ജോണും TK ദിവാകരനും ഒരു കാലിന് സ്വാധീനമില്ലാതെ TM പ്രഭാകരൻ എന്ന നേതാവുണ്ടായിരുന്നു. ഇവരെല്ലാം അവിടെ പ്രസംഗിക്കാൻ വരും കശുവണ്ടി ഫാക്ടറിയുടെ പോകുമ്പോൾ. ഞാൻ കണ്ടിട്ടുണ്ട് അവരെയൊക്കെയാണ്. ഞാൻ സ്കൂളിൽ പഠിക്കുക. അപ്പോൾ നല്ല പർപ്പസുള്ള, ലക്ഷ്യബോധമുള്ള, ആത്മാർത്ഥതയുള്ള കമ്മ്യൂണിസ്റ്റ് നായർ അമ്പലപ്പുഴയിൽ നിന്നാണ് കല്യാണം കഴിച്ചിരുന്നത്. കുമാരയുടെ സാറിൻ്റെ പെങ്ങളെയാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ പിന്നെ കോൺഗ്രസിൻ്റെ വലിയ നേതാവായിരുന്ന അദ്ദേഹത്തിൻ്റെ മക്കളാണ്. കുമാരയുടെ സാറിൻ്റെ പെങ്ങളാണ് KK കുമാരപിള്ളയുടെ. അദ്ദേഹം MLA ആയിരുന്നു. അപ്പോൾ വലിയ പാരമ്പര്യം RSPക്ക് ഉണ്ടായിരുന്നു. കൊല്ലം കഴിഞ്ഞാൽ RSP നല്ല ശക്തമായൊരു സ്ഥലമായിരുന്നു ആലപ്പുഴ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു പാർട്ടിയായിരുന്നു ഇത്. നിങ്ങളുടെ പാരമ്പര്യം അങ്ങനെയുള്ളതാണ്. മുന്നണി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരായ യുവജന സമരത്തിൽ പങ്കെടുത്തത് ശരിയായിരുന്നു എന്ന് നിങ്ങൾക്കും സ്വയംവിമർശനം നടത്താം, കുഴപ്പമൊന്നുമില്ല. അത് ദോഷമൊന്നും ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെ പറയുന്നതുകൊണ്ട് ദോഷമൊന്നുമില്ല. കാരണം CPMൻ്റെ കൂടെ നമ്മൾ ഭരിച്ചിട്ടുണ്ട്, കുഴപ്പമില്ല. അപ്പോൾ പല കാര്യങ്ങളിലും നമ്മളെ AK സാറ് പറഞ്ഞില്ല യുവജന സമരം വേണ്ടിയിരുന്നില്ല. ഞാൻ പറഞ്ഞില്ല ഒരിക്കലും. അദ്ദേഹത്തെ ആരും തൂക്കിക്കൊന്നുണ്ടല്ലോ. അപ്പം നമ്മുടെ ചില കാര്യങ്ങൾ പറയേണ്ടതായിട്ട്, എല്ലാവരും പറയുന്നവരെ കാത്തിരിക്കേണ്ട കാര്യമില്ല, എല്ലാവരും പറയണം. അപ്പം ഈ തരത്തിലൊക്കെയുള്ള ഒരുപാട് ഓർമ്മകൾ നമുക്കിവിടെ പങ്കുവയ്ക്കാനുണ്ട്. എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഞാനതുകൊണ്ട് ഇവിടെ ബഹുമാനായ സതീശൻ പറഞ്ഞ പോലെ നമ്മുടെ ആരുടെയും പ്രത്യയശാസ്ത്രം പെട്ടെന്ന് വയറ്റിളക്കം വന്നങ്ങ് ഒലിച്ചു പോകുന്ന സാധനമല്ല. കേട്ടല്ലോ, പ്രത്യയശാസ്ത്രമാണ്. വേറൊരു പാർട്ടിയിൽ പോകുന്നെങ്കിൽ അന്തസ്സായി പറഞ്ഞിട്ട് പോകാമല്ലോ. എന്താ തെറ്റ്? അങ്ങനെ പോകേണ്ട കാര്യം എന്താ? അധികാരം ഉണ്ടെങ്കിലേ ജീവിക്കാനും കൊള്ളാമെന്ന് ആരാ പറഞ്ഞത്? സതീശൻ ഇതുവരെ മന്ത്രിയായിട്ടില്ല, പക്ഷേ നിയമസഭയിലെ പ്രധാനപ്പെട്ട MLA പ്രതിപക്ഷ നേതാവ്. അസീസ് സാറ് മന്ത്രിയായില്ല, പക്ഷേ അദ്ദേഹം MLA ആയിരുന്നു, സീനിയർ MLA ആയിരുന്നു. ബാബു ദിവാകരൻ്റെ അച്ഛൻ മന്ത്രിയായിരുന്നല്ലേ. കേരളത്തിൽ അറിയപ്പെട്ട മന്ത്രിയാണ്, പൊതുമരാമത്ത് മന്ത്രിയാണ് TK ദിവാകരൻ. അറിയപ്പെട്ട ആള്, ഒന്നാം കടി രാഷ്ട്രീയ നേതാവായിരുന്നു. ശ്രീധരൻ നായരും ബേബി ജോൺ സാറും TK ദിവാകരനും പങ്കജാക്ഷനും RS ഉണ്ണിയും ഇവരെല്ലാം ഇതുപോലെയുള്ള RSP നേതാക്കന്മാർ, EMS AKG, M. ഗോവിന്ദൻ നായർ, C. അച്യുതമേനോൻ, ഇവരെല്ലാം ചേർന്ന് എറണാകുളത്ത് 1967 കപ്പൽ നിർമ്മാണശാലയ്ക്ക് വേണ്ടി ഒരു പ്രകടനം നടത്തിയിട്ടുണ്ട്. ഞാൻ കോളേജിൽ പഠിക്കാൻ. കപ്പൽ നിർമ്മാണശാല കൊച്ചിയിൽ വേണമെന്ന് പറഞ്ഞുകൊണ്ട്. അത് ഇടതുപക്ഷ മുന്നണിയാണ്. ഇവരെല്ലാം ഉണ്ടായിരുന്നു അതിൻ്റെ മുമ്പിൽ. ആ പടം ഉണ്ടെങ്കിൽ ഈ നേതാക്കന്മാർ മൊത്തം അവിടെ. അതിനകത്ത് സാവിത്രി അന്നാജോടിനുണ്ട്. ഞാൻ ആ പടം വെട്ടിവെച്ചിട്ടുണ്ട്. ഞാനന്ന് സ്കൂളിൽ പഠിക്കുക. ആ പടം വെട്ടിവെച്ചിട്ടുണ്ട്. അങ്ങനെയൊക്കെയുള്ള ഒരുമകളും വേർപിരിയലൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് ഭാവി വരാൻ പോകുന്നതെന്നും പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ രാജ്യം മതത്തിൻ്റെ പേരിൽ മതത്തെ വളച്ചൊടിച്ച് വർഗീയതയാണ് മതം എന്ന് തെറ്റായി സ്ഥാപിച്ച്, വർഗീയതയല്ല മതം വർഗീയത അല്ല, അതിൽ നിന്ന് ഒരു കൂട്ടർ ഉണ്ടാക്കുന്നതാണ്. രാജ്യം അപകടത്തിലേക്ക് നീങ്ങുകയാണ്. 1952 ഇന്നത്തെ BJPയുടെ പൂർവ്വസ്വരൂപമായിരുന്ന ജനസംഘത്തിനുണ്ടായിരുന്ന 3 സീറ്റും 3% വോട്ടുമാണ് പാർലമെന്റിൽ. നെഹ്റുവിൻ്റെ കാലമാണ് കോൺഗ്രസിന് ഏറ്റവും കൂടുതൽ സീറ്റ്, ഏറ്റവും കൂടുതൽ വോട്ട്. പ്രതിപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ്. 16 പാർലമെന്റ് സീറ്റേ ഉള്ളൂ. 5% വോട്ടുണ്ട്. എന്നിട്ടും ഇവർക്ക് 3% ഉള്ളൂ BJPക്ക്. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് 12%, സീറ്റ് 62 ഒരു കാലത്ത്. പുറമെ RSP, ഫോർവേഡ് ബ്ലോക്ക്, പെസന്റ് ആൻഡ് വർക്കേഴ്സ് പാർട്ടി, ഈ പാർട്ടികളൊക്കെ വേറെ ഉണ്ടായിരുന്നു. അതിപ്പോൾ കുറഞ്ഞു. കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് 2 കൂടി 6 പാർലമെന്റ് സീറ്റേ ഉള്ളൂ. ലോക്സഭ, രാജ്യസഭയിൽ കുറച്ചുണ്ട്. RSPക്ക് ഇപ്പോൾ സീറ്റില്ല അവിടെ. ഫോർവേഡ് ബ്ലോക്കിനും ഇപ്പോൾ ഇല്ല. കാരണം ബംഗാളിലെ ഈ പ്രശ്നങ്ങളാണ് കാരണം. പക്ഷേ ഈ പ്രസ്ഥാനം ഇവിടെയുണ്ട്, അതിന് മേൽവിലാസം ഇവിടെയുണ്ട്. അതിൻ്റെ പ്രത്യയശാസ്ത്രങ്ങൾ വേറെയാണ്. ബൂർഷ പ്രത്യയശാസ്ത്രമല്ല, വർഗീയ പ്രത്യയശാസ്ത്രമല്ല. ബൂർഷ ജനാധിപത്യത്തെ നമുക്ക് അംഗീകരിക്കാം. അതുകൊണ്ടാണ് ഇലക്ഷനിൽ പങ്കെടുക്കുന്നത്. ഇത് ബൂർഷ ജനാധിപത്യം, യഥാർത്ഥ ജനാധിപത്യം ഇതല്ല കേട്ടോ.
യഥാർത്ഥ ജനാധിപത്യം ഇതല്ല. ഇവിടെ സോവിയറ്റ് യൂണിയനെ പറ്റി പറഞ്ഞു, അവിടെ ജഡ്ജിമാരെ പോലും തിരഞ്ഞെടുക്കുകയായിരുന്നു. അവിടുത്തെ ചില പോരായ്മകളെ പറ്റിയാണ് പറഞ്ഞത്, അതൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ജഡ്ജിമാരെ പോലും തിരഞ്ഞെടുക്കുകയായിരുന്നു അവിടെ. ജനങ്ങൾ തിരഞ്ഞെടുക്കും, ആ ജുഡിഷ്യലുള്ള ജനങ്ങളാണ് തിരഞ്ഞെടുക്കുന്നത് അവിടുത്തെ കോടതി. അങ്ങനെയൊക്കെ ഐഡിയൽ ആയിട്ടുള്ളതായിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തോട് ഉയർന്നു വന്ന രാഷ്ട്രീയത്തെ, മതത്തിൽ നിന്ന് രാഷ്ട്രീയത്തെ വിമുക്തമാക്കുക, സെപ്പറേറ്റ് പൊളിറ്റിക്സ് ഫ്രം റിലീജിയൻ, സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ ഫ്രം റിലീജിയൻ, വിദ്യാഭ്യാസത്തെ മതത്തിൽ നിന്ന് വേർപെടുത്തുക എന്ന ഫ്രഞ്ച് വിപ്ലവത്തിലാണ് ഈ മുദ്രാവാക്യം വന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, ഇതെല്ലാം റഷ്യൻ വിപ്ലവത്തിന് ശേഷം വന്ന ഭരണഘടനയിൽ എന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭരണഘടനയിലും ഇതിൻ്റെ ചില ഭാഗങ്ങളുണ്ട്. ബൂർഷ ജനാധിപത്യം നമുക്ക് അംഗീകരിക്കാം, ഇലക്ഷനൊക്കെ ഉണ്ടാവും. പക്ഷെ ബൂർഷ സർവാധിപത്യം അംഗീകരിക്കാൻ പറ്റില്ല. അതാണ് ഹിറ്റ്ലർ കൊണ്ടുവന്നത്, മുസോളിനി കൊണ്ടുവന്നത്, ജപ്പാനിൽ ടോയോ കൊണ്ടുവന്നത്, പാകിസ്ഥാനിൽ പട്ടാള ഭരണാധികാരികൾ ഒരു കാലത്ത് കൊണ്ടുവന്നത്. ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. രാഷ്ട്രീയം നന്നായിട്ട് പഠിക്കണം, ചരിത്രം പഠിക്കണം, നന്നായിട്ട് പഠിക്കുകയും വേണം. എന്നിവിടെ സാർ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുകയും അദ്ദേഹം ലോകരാഷ്ട്രീയം പഠിക്കുകയും മറ്റ് രാഷ്ട്രീയ പ്രവർത്തകരെ പഠിപ്പിക്കുകയും മാതൃകയായിട്ടിരുന്നു. അദ്ദേഹത്തിന് നിലപാടുകളുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിൽ നിലപാടുകൾ അദ്ദേഹം രാഷ്ട്രീയമായി മുന്നണികൾ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പേരിലുള്ള ഒരു അവാർഡ്, നിലപാടുള്ള ഒരു വലിയ രാഷ്ട്രീയ നേതാവിൻ്റെ പേരിൽ നൽകിയ ഈ അവാർഡ് സന്തോഷപൂർവ്വം സ്വീകരിച്ചുകൊണ്ട് എൻ്റെ